Hello friends, welcome to my channel. ഇന്നത്തെ ക്ലാസ് 7ന്റെ വർക്ക്ഷീറ്റ് വീഡിയോയിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. ഇന്ന് നമുക്ക് ബേസിക് സയൻസിന്റെ ക്ലാസ് ആയിരുന്നു അല്ലേ? When current flows, വൈദ്യുതി പ്രവഹിക്കുമ്പോൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമുക്കുള്ളത്. ഓക്കേ, അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും സ്വിച്ചിനെ കുറിച്ചും അതുപോലെ ചാലക കമ്പികളെ കുറിച്ചൊക്കെ സംസാരിച്ചു അല്ലേ? അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചാലക കമ്പികളെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കിയത്. അതിനെ കുറിച്ച് കട്ടി കൂടുതലായിട്ട് നമ്മൾ കണ്ടു അല്ലേ? കറന്റ് ഫ്ലോ ചെയ്യുന്ന വയേഴ്സിന് കുറച്ച് കട്ടിയുള്ളതായിട്ട് കണ്ടു. അപ്പൊ അതെന്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കിയത്. അതെന്തായിരുന്നു? നമ്മൾ നേരത്തെ നമ്മൾ പരീക്ഷണത്തിന് വേണ്ടി യൂസ് ചെയ്തത് DC ബാറ്ററി ആയിരുന്നു. പക്ഷെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് എന്താ? AC കറന്റ് ആണ് അല്ലേ? DC കറന്റ് അല്ല, AC കറന്റ് ആണ്. അപ്പോ അത് വോൾട്ടേജ് കൂടിയ കറന്റ് ആണ്. അതുകൊണ്ട് എന്താ? കട്ടി കൂടിയത് യൂസ് ചെയ്യണം. അതുകൊണ്ടാണ് അങ്ങനെ ചാലക കമ്പിക്ക് കട്ടി കൂടിയത്. ഓക്കെ, പിന്നെ നമ്മൾ പല തരത്തിലുള്ള ചാലക കമ്പികളെ പരിചയപ്പെട്ടു അല്ലെ? ഇത്തരത്തില് ഒരുപാട് വയേഴ്സ് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് മൾട്ടി സ്ട്രാൻഡഡ് വയേഴ്സ് അല്ലെ? ഒരുപാട് സ്ട്രാൻഡ്സ് ഉണ്ടാവും അതില്. അപ്പൊ അങ്ങനെയുള്ളതാണ് മൾട്ടി സ്ട്രാൻഡഡ് വയർ എന്ന് നമ്മൾ കണ്ടു. അതുപോലെ ഇൻസുലേഷൻ ഇല്ലാത്ത വയർ, ഇതാണത്. പിക്ചേഴ്സ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലെ? നമ്മളെ പോസ്റ്റിലൊക്കെ പോകുന്ന ഇൻസുലേഷൻ ഇല്ലാത്ത വയറുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടാവും. ഇനി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കുക കേട്ടോ, പുറത്തിറങ്ങി നോക്കിയാൽ മതി. പിന്നെ നമ്മൾ സർവീസ് വയർ കണ്ടിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വലിച്ചിരിക്കുന്ന വയറാണ്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണുന്നിടത്ത് തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ചിത്രങ്ങളിൽ മാത്രമല്ല നേരിട്ടും അതൊക്കെ കാണാം. ഓക്കെ, പിന്നെ നമ്മൾ ലാമിനേറ്റഡ് വയറിനെയും പരിചയപ്പെട്ടു. ഓക്കെ, അപ്പൊ നമുക്കൊരു ചോദ്യം തന്നിട്ടുണ്ട്. വിവിധ ചാലക കമ്പികളുടെ പ്രത്യേകതകളും ഉപയോഗങ്ങളും ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുക. ഫൈൻഡ് ഔട്ട് ദ peculiarities of different conducting wires and write down in science diary. അപ്പൊ നമ്മൾ 4 തരത്തിലുള്ള ചാലക കമ്പികളെയാണ് അല്ലെ, കണ്ടക്ടിങ് വയേഴ്സിനെയാണ് പരിചയപ്പെട്ടത്. അപ്പൊ നമുക്ക് അതൊന്ന് എഴുതണ്ടേ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് എഴുതേണ്ടത് മൾട്ടി സ്ട്രാൻഡഡ് വയറിനെയാണ്. മൾട്ടി സ്ട്രാൻഡഡ് വയർ എഴുതാം. വീട് വൈദ്യുതീകരിക്കുന്നതിന് മൾട്ടി സ്ട്രാൻഡഡ് വയർ ഉപയോഗിക്കുന്നു. മൾട്ടി സ്ട്രാൻഡഡ് വയേഴ്സ് ആർ യൂസ്ഡ് ഇൻ ഹൗസ് ഹോൾഡ് വയറിംഗ്. ഓക്കെ, നെക്സ്റ്റ് ഇൻസുലേഷൻ ഇല്ലാത്ത വയർ, നോൺ ഇൻസുലേറ്റഡ് വയർ. വൈദ്യുതി ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഇൻസുലേഷൻ ഇല്ലാത്ത വയർ ഉപയോഗിക്കുന്നു. നോൺ ഇൻസുലേറ്റഡ് വയേഴ്സ് ആർ യൂസ്ഡ് ഫോർ ക്യാരിയിങ് ഇലക്ട്രിസിറ്റി ത്രൂ പോസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് സർവീസ് വയർ. സർവീസ് വയർ വീട്ടിലേക്ക് വൈദ്യുതി എടുക്കുന്നതിന് സർവീസ് വയർ ഉപയോഗിക്കുന്നു. സർവീസ് വയേഴ്സ് ആർ യൂസ്ഡ് ടു ക്യാരി ഇലക്ട്രിസിറ്റി from electric post to houses. Okay, next laminated wire. മോട്ടോറുകളുടെ കോയിൽ ചുറ്റിയെടുക്കുന്നതിന് ലാമിനേറ്റഡ് വയർ ഉപയോഗിക്കുന്നു. ലാമിനേറ്റഡ് വയേഴ്സ് ആർ യൂസ്ഡ് ടു വൈൻഡ് കോയിൽസ് ഓഫ് മോട്ടോർസ്. ഓക്കെ, പിന്നെ നമ്മൾ ഒരു വീടിൽ തീ പിടിച്ചത് കണ്ടു അല്ലെ? ഇതെങ്ങനെ പിടിച്ചതാ? ഷോർട്ട് സർക്യൂട്ട് കാരണം ഉണ്ടായ തീയാണ്. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും അല്ലെ? ഷോർട്ട് സർക്യൂട്ട് കാരണം പല അപകടങ്ങളും സംഭവിച്ചതായിട്ട് കേട്ടിട്ടുണ്ടാവും. അതായത് ഈ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടുണ്ടാവുന്നതാ? നമ്മുടെ വൈദ്യുതിയിൽ നിന്ന് ഉണ്ടാവുന്ന തീപിടുത്താണ് അല്ലെ? ഓക്കെ, അതാണ് ഷോർട്ട് സർക്യൂട്ട്. അപ്പോൾ അതിനുള്ള നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ തീ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഉപകരണമുണ്ട്. അതെന്തായിരുന്നു? സേഫ്റ്റി ഫ്യൂസ് അല്ലെ? അപ്പൊ എല്ലാ സേഫ്റ്റി ഫ്യൂസിനും ഒരു ഫ്യൂസ് വയർ ഉണ്ടായിരിക്കും. അപ്പൊ ഫ്യൂസ് വയറിന്റെ പ്രത്യേകത എന്താ? ടിന്ന്, ലെഡ് എന്നിവയുടെ സങ്കരമായ പദാർത്ഥം കൊണ്ടാണ് കനം കുറഞ്ഞ ഫ്യൂസ് വയർ ഉണ്ടാക്കിയെടുക്കുന്നത്. അധിക അളവിൽ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഫ്യൂസ് വയർ ഉരുകി സർക്യൂട്ട് വിച്ഛേദിക്കപ്പെടുന്നു. The fuse wire is made up of tin and lead. When excess current flows through it, burns off the thin fuse wire, throwing the circuit open. Okay, അപ്പോ നമ്മളൊരു പരീക്ഷണം കണ്ടു അല്ലെ? എങ്ങനെയാണ് ഫ്യൂസ് വയർ കട്ടാവുന്നത്? അപ്പൊ അത് ഓപ്പൺ സർക്യൂട്ടായി മാറും. നമ്മൾ മുമ്പേ പഠിച്ചു കഴിഞ്ഞു. ഓപ്പൺ സർക്യൂട്ടില് എന്ത് സംഭവിക്കില്ല? വൈദ്യുതി പ്രവഹിക്കില്ല. അപ്പൊ അത് താനെ കട്ടായി പോവും. അപ്പോ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. നമ്മളുടെ ഉപകരണങ്ങളൊന്നും നശിക്കില്ല, തീപിടുത്തമൊന്നും ഉണ്ടാവില്ല, ഷോർട്ട് സർക്യൂട്ട് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോ അത് സേഫ്റ്റി ഫ്യൂസിനെ കുറിച്ചൊരു കുറിപ്പ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. അനുവദനീയമായതിലും അധികം വൈദ്യുതി ഒഴുകി സർക്യൂട്ടും അതിൽ ഘടിപ്പിച്ചിട്ടുള്ള ഉപകരണങ്ങളും തകരാറിലാകാതിരിക്കാൻ മുൻകരുതലായി സർക്യൂട്ടിൽ ഘടിപ്പിക്കുന്ന ഉപകരണമാണ് സേഫ്റ്റി ഫ്യൂസ്. സേഫ്റ്റി ഫ്യൂസ് is a device used in circuits as a precaution to protect the circuit and electric device from damage caused by the flow of excess current. Okay,
പിന്നെ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടർ അതുപോലെ ലാപ്ടോപ്പ് ടെലിവിഷൻ ഇതിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഏറ്റവും ചെറിയ ഒരു സേഫ്റ്റി വയറിനെ കണ്ടു അല്ലെ, അതും നമ്മൾ പരിചയപ്പെട്ടു. പിന്നെ നമ്മൾ MCB ആണ് പരിചയപ്പെട്ടത്. MCB എന്താ? മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. നമ്മളിപ്പോൾ ഓൾറെഡി ഒരു സർക്യൂട്ട് ബ്രേക്കറെയാണല്ലേ പരിചയപ്പെട്ടത്. നമ്മുടെ ഫ്യൂസ് വയർ കത്തി പോകുമ്പോൾ നമ്മുടെ ഓപ്പൺ സർക്യൂട്ട് ആവും, അപ്പോൾ വിച്ഛേദിക്കപ്പെടും. അപ്പൊ ഇത് MCB എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർക്യൂട്ടിലേക്ക് അധിക അളവിൽ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ MCB സ്വയം സർക്യൂട്ട് വിച്ഛേദിക്കുന്നു. MCB ബ്രേക്സ് ദ സർക്യൂട്ട് whenever there is an excess amount of current. അതായത് ഇതിൽ 2 സ്വിച്ച് ആണ് ഉണ്ടാവുക. നമ്മൾ MCB കണ്ടു അല്ല, MCB 2 സ്വിച്ച് ഉണ്ടാവും. അപ്പൊ അത് താനെ ഓഫ് ആയി പോകും, അങ്ങനെ അത് വിച്ഛേദിക്കപ്പെടും. ഓക്കെ, ദെൻ നമ്മള് ഒരു ക്രിസ്ത്യൻ ഈസ്റ്റഡ് എന്ന് പറയുന്ന പരീക്ഷകരെ ഒരു ശാസ്ത്രജ്ഞനെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിന്റെ പരീക്ഷണമൊക്കെ കേട്ടു അല്ലെ, അദ്ദേഹത്തിന് ഉണ്ടായ അനുഭവങ്ങളും അദ്ദേഹം കണ്ടുപിടിച്ച മഹത്തായ കണ്ടുപിടുത്തം എന്തായിരുന്നു? അത് വൈദ്യുതിയും കാന്തികതയും തമ്മിലുള്ള ബന്ധം. അത് നമ്മൾ മനസ്സിലാക്കി. ആൻഡ് അതില് നമ്മളൊരു പരീക്ഷണം ചെയ്ത് നോക്കി അല്ലെ. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ തന്നിട്ട് നമ്മൾ അതൊരു പരീക്ഷണം ചെയ്ത് നമ്മളത് മനസ്സിലാക്കുകയും ചെയ്തു. ഓക്കെ, വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം സൃഷ്ടിക്കപ്പെടുന്നു എന്ന് നമ്മൾ അതിലൂടെ മനസ്സിലാക്കി. എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഫോംഡ് അറൌണ്ട് എ കറന്റ് കാരിയിങ് കണ്ടക്ടർ. ഓക്കെ, അപ്പൊ ഇതിന്റെ പരീക്ഷണക്കുറിപ്പ് നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്റർ ദ ആക്ടിവിറ്റീസ് ആൻഡ് ഒബ്സർവേഷൻസ് ഇൻ യുവർ സയൻസ് ഡയറി. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എയിം വേണം അല്ലെ. ഓക്കെ, ടു ഫൈൻഡ് ഇഫ് എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഫോംഡ് അറൌണ്ട് എ കറന്റ് കാരിയിങ് കണ്ടക്ടർ. വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക വലയം രൂപപ്പെടുന്നുണ്ടോ എന്നറിയാൻ. ഓക്കെ, ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മെറ്റീരിയൽസ് നീഡഡ് വേണം. ചെമ്പ് കമ്പി, ബാറ്ററി, വടക്കുനോക്കി യന്ത്രം, കോപ്പർ വയർ, ബാറ്ററി, മാഗ്നറ്റിക് കോമ്പസ്. ഓക്കെ, ദെൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടല്ലോ ആ പരീക്ഷണം, അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ വായിച്ചു തരാം, പക്ഷെ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ മതി. ഓക്കെ, അറേഞ്ച് ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ആൻഡ് കീപ് ഇറ്റ് സ്വിച്ച്ഡ് ഓഫ്. Bring a pivoted magnetic needle just below the copper wire. Observe the direction of the magnetic needle. Now switch on the circuit and observe the magnetic needle. Observe the magnetic needle after switching off the circuit. Don't you see the needle returning to its original position? Now repeat the experiment after placing the magnetic needle above and also on the sides of the copper wire. ഇതിൽ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലെങ്കിൽ ഞാൻ വായിച്ച അത്രയും ഭാഗം മാത്രം ആ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട്, എല്ലാവരും കയ്യിലും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവുമല്ലോ, അത് നോക്കിയിട്ട് നിങ്ങൾ എഴുതിയെടുക്കാം. ഓക്കെ, നമുക്ക് മലയാളം കൂടി നോക്കാം. ഒരു വൈദ്യുത സർക്യൂട്ട് ക്രമീകരിച്ച് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക. സ്വതന്ത്രമായി ചലിക്കുന്ന ഒരു കാന്തസൂചി ചെമ്പ് കമ്പിയുടെ ചുവടെ കൊണ്ടുവരിക. കാന്തസൂചിയുടെ ദിശ ശ്രദ്ധിക്കൂ. ഇനി സർക്യൂട്ട് സ്വിച്ച് ഓൺ ചെയ്ത് കാന്തസൂചിയെ നിരീക്ഷിക്കൂ. ഓക്കെ, ഇനി നമുക്ക് നിരീക്ഷണമാണ് എഴുതേണ്ടത്. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കാന്തസൂചി അനങ്ങുന്നുണ്ട്, സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ കാന്തസൂചി അനങ്ങുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് കൺക്ലൂഷനിലേക്ക് എത്താം. നമ്മൾ എന്തായിരുന്നു മനസ്സിലാക്കിയത്? എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഫോംഡ് അറൌണ്ട് എ കറന്റ് കാരിയിങ് കണ്ടക്ടർ. ഇറ്റ്സ് ഡ്യൂ ടു ദിസ് ദാറ്റ് ദ മാഗ്നറ്റിക് നീഡിൽ മൂവ്സ് വെൻ പവർ ഈസ് സ്വിച്ച്ഡ് ഓൺ. വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക വലയം രൂപപ്പെടുന്നുണ്ട്. അതിനാലാണ് കാന്തസൂചി സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ അനങ്ങുന്നത്. ഓക്കെ, പിന്നീട് നമ്മൾ വൈദ്യുത കാന്തങ്ങളെയാണ് പരിചയപ്പെട്ടത് അല്ലെ, ഇലക്ട്രോ മാഗ്നറ്റ്സിനെ പരിചയപ്പെട്ടു. വൈദ്യുത കാന്തത്തിന്റെ ശക്തി എങ്ങനെ വർദ്ധിപ്പിക്കാം? ഹൗ ടു ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റ്. എങ്ങനെ വർദ്ധിപ്പിക്കാം? കമ്പിച്ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചാൽ മതി അല്ലെ. ഇൻക്രീസ് ദ നമ്പർ ഓഫ് വൈൻഡിങ്സ്. പിന്നെ വൈദ്യുത സെല്ലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാം, ഇൻക്രീസ് ദ നമ്പർ ഓഫ് സെൽസ്. ഓക്കെ, പിന്നെ നമ്മളോട് എന്താ പറഞ്ഞേ? വൈദ്യുത കാന്തം ഉപയോഗപ്പെടുത്തുന്ന കൂടുതൽ ഉപകരണങ്ങൾ കണ്ടെത്തൂ. ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾസ് ദാറ്റ് മേക്ക് യൂസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റ്സ്. എന്തൊക്കെയാ? ഇലക്ട്രിക് ബെൽ, മിക്സർ ഗ്രൈൻഡർ, ടോയ്സ്, ഇലക്ട്രിക് ഫാൻ, വാഷിംഗ് മെഷീൻ. വൈദ്യുത ബെൽ, മിക്സി, കളിപ്പാട്ടം, വൈദ്യുത ഫാൻ ആൻഡ് വാഷിംഗ് മെഷീൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് ഗാർഹിക സർക്യൂട്ടിലെ ഫ്യൂസ് വയർ ഉരുകി വൈദ്യുതി വിച്ഛേദിക്കപ്പെടുന്നത്? സർക്യൂട്ട് ഓവർലോഡ് ആകുമ്പോൾ, തെറ്റായ അപ്ലയൻസ് വയറിംഗ് കൊടുക്കുമ്പോൾ, കേടായ ഇൻസുലേഷൻ, അയഞ്ഞ കണക്ഷനുകൾ, ഫോൾട്ടി അപ്ലയൻസ് വയറിംഗ്, ഡാമേജ്ഡ് ഇൻസുലേഷൻ, ലൂസ് കണക്ഷൻ, സർക്യൂട്ട് ഓവർലോഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരുപാട് കൂട്ടുകാർ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുറച്ച് പേരുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തവരൊന്നും വിഷമിക്കണം, നമുക്ക് അടുത്ത വീഡിയോയിൽ ഹായ് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അഫ്ഷാന് ഒരു ബിഗ് ഹായ്, ദെൻ അഭിനവിന് ഒരു ബിഗ് ഹായ്, ആൻഡ് ജസിയ ഷെറിന് ഒരു ബിഗ് ഹായ്, ദെൻ
ആദിലിനൊരു ബിഗ് ഹായ്. അഖില ലാലുവിന് ഒരു ബിഗ് ഹായ്. ദെൻ ജോമോനൊരു ബിഗ് ഹായ്. ഫർഹാന കുട്ടിക്ക് ഒരു ബിഗ് ഹായ്. ആൻഡ് വിസ്മയ കുട്ടിക്കും ഒരു ബിഗ് ഹായ്. ആൻഡ് അശ്വിൻ പി ഒരു ബിഗ് ഹായ്. ലക്ഷ്മിക്ക് ഒരു ബിഗ് ഹായ്. ആദിഷിനും ഒരു ബിഗ് ഹായ്. പിന്നെ ധ്രുവശൃംഗയ്ക്കും ഒരു ബിഗ് ഹായ്. ദെൻ പവിത്രയ്ക്കും ഒരു ബിഗ് ഹായ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്ന് ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.